അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനോടെ കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മറ്റേ 4 ആഴ്ച സമയമുണ്ടല്ലോ. ഇതിപ്പോ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റല്ലേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് വീണ്ടും ചോദ്യം ഇത് വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് ഇനി കോടതി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പറയണം. അങ്ങനെ ഉണ്ടാ ഏഞ്ചൽ ചോദിച്ചെന്തെങ്കിലും ആ ലൈനിലുണ്ടാ? കോടതിയിലെ ഉത്തരവില്ല ലൈനിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, സാധുത ഏതിന് സംശയമാണ്. 20 പേരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മേയർ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ അത് അസാധുവാകില്ലേ എന്നുള്ളതാണ് സംശയം. അല്ല, അവരുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിനാണ്. ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളത് ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതിന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ഉണ്ട്. അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹെൽത്ത് നടക്കുക. ഹെൽത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടും ഉണ്ട്. കോടതി ഉത്തരവില്ല അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും. അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് മാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസ്വസ്ഥത ഇപ്പോൾ ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പം നിലവിലുള്ള കേസിലുള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി, അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തില്ല, അവരുടെ പേര് ഫയൽ ചെയ്തില്ല, അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിനൂടി നിയമവശം പരിശോധിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരൊക്കെയാണ് ഏതൊക്കെ ദൈവങ്ങളുടെ പേരിലാണ് ചെയ്തതെന്ന്. എന്തേ? അല്ല, അവരെയും കൂടി ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 101 വരെ സംരക്ഷിക്കണം. സ്വയമായിട്ടുള്ള സംരക്ഷണം നോക്കണം. അതോടൊപ്പം തന്നെ 101 പേരെയും കൗൺസിലർമാരുടെന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലേ. അപ്പോൾ ഈ വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും, ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും ഉണ്ടെങ്കിൽ അതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്. രേഖകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. അവരും ഇവിടെ ചെയ്യേണ്ടി വരും. കോടതി പറഞ്ഞിരിക്കുന്നത് സത്യപ്രതിജ്ഞയിൽ നിയമലംഘനമുണ്ടെന്ന് കരുതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ സാധിക്കില്ല എന്നാണ്. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. ഈ കേസ് നിങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടിയാണ്. തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് അല്ലേ? അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്.
അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ല കോൺഫിഡൻസിൽ, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതാണ് ഇനി അതെ 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 തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുക്കണമായിരുന്നു. കൊടുത്തില്ല, സെലക്റ്റീവായി അവിടെ. ആ സങ്കുചിതമായ മാനസികാവസ്ഥയും കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാർ ഇറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു പലരും പല ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി, സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്ക്. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ട്, രേഖകളോട് പരിശോധിച്ചിട്ട് പറയാം.